एक जगह गुरु प्रवचन के लिए जाते हैं, आप में से भक्त लोग सब मिलकर गुरु जी की गुरु दक्षिणा देते हैं। വലിയ തോതിൽ വരേണ്ടത് ചെറുതായിട്ട് വന്നിട്ട് പോയി. വലിയതായിട്ട് വരേണ്ടതാണ് ചെറുതായിട്ട്. പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാനിതൊക്കെ ചെയ്തിട്ട് എന്താ എനിക്ക് ഇങ്ങനെ നാമം ജപിച്ചു, ഗുരുവായൂർ പോയി, എല്ലാ മാസവും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെയാണ്? അത് ഏത് വിട്ട ഒരു അസ്ത്രത്തെ പോലെയാണ് മനുഷ്യന്റെ ജീവിതം. പ്രസവിക്കുന്ന സമയത്ത് പ്രസവിച്ചപ്പോൾ കിട്ടിയിട്ടല്ലോ, എറിഞ്ഞ കല്ല് കുറ്റിട്ടാൻ പറ്റുമോ? തിരിച്ച് ഉണ്ടോ? ഒരു അസ്ത്രം ഏത് കഴിഞ്ഞ് പോയി കുറ്റിട്ടാൻ പറ്റുമോ? എനിക്കിപ്പം കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് യാത്ര. ആ സംഭാരങ്ങൾ ആയിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. നമ്മളെ ശരീരത്തിൽ നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ശക്തി ദുരിതം അനുഭവിക്കുന്നു. ഇനിയിപ്പോ സാധന ചെയ്തിട്ട് ഒരു കേമായിട്ട് കുറിച്ച് ഉയർച്ച ഉണ്ടായിരിക്കാം, അപ്പൊ താനേ അല്ലെങ്കിൽ ചെയ്തിട്ടാണോ പോവാൻ ചെയ്തിട്ടാണോ നമുക്ക് നമുക്കറിയാം അത് ചെയ്യുന്നില്ലെന്ന് ആര് പറയാം? പറയും ഉണ്ടോ? അപ്പൊ ഉപാസന എന്ന് പറയുന്നത് ഏറ്റവും ട്രിക്കിയായ ഒരു കാര്യം. അതിനെ ട്യൂൺ ചെയ്ത് കൊണ്ടുനടക്കാം. ട്യൂൺ ചെയ്തുകൊണ്ട് ആദ്യാധ്യായ ഗുരു ട്യൂൺ ചെയ്തത്. പിന്നെ ഗുരു പോകുമല്ലോ, പ്രായം കൊണ്ടോ കാലം കൊണ്ടോ ഗുരു പോകും. അപ്പൊ സ്വയം ട്യൂൺ ചെയ്ത് അപ്പോഴേക്ക് റെഡിയാക്കി വെച്ചേക്കണം. 93.5 അതിൽ റെഡിയാക്കി വെച്ചേക്കണം. ഇനി ആരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് ചെയ്യരുത് ചെയ്യണമെന്നും പറയാൻ പറ്റും. നമ്മൾ സ്വയം എന്ത് ചെയ്യാം? പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം റെഗുലേറ്റ് ആണ് അതിരാത്രം. അതിരാത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴുള്ള യജ്ഞങ്ങളൊക്കെ പകലുകൊണ്ട് അവസാനിക്കും. ഏപ്രിൽ 24 മുതൽ 23, 24, 25 ദിവസങ്ങളിൽ രാത്രിയിലേക്ക് അധികം ഫുൾ ടൈം ഉണ്ട്, മുഴുവൻ സമയം. അതുകൊണ്ടാണ് അതിരാത്രം പേര്. യജ്ഞത്തിൽ ഏറ്റവും വിശിഷ്ടമായ സംഗതി അവിടെ ഒരു ചൈനം ഉണ്ടാക്കി. വിഷ്ണുവിന്റെ വാഹനം എന്താണ്? യജ്ഞോമയ വിഷ്ണു. യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാകുന്നു. വിഷ്ണുവിന്റെ വാഹനമാണ് ശേന.
പൈതൃകത്തിന് വേണ്ടി ഒരാൾ